ഹലോ ഹായ് എത്രയാർ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ സുഖമായിരിക്കുന്നു കേട്ടോ. പനിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഡിലേ ആയിപ്പോയത്. ഒരാഴ്ചയായി പനിയായിരുന്നു, അപ്പോൾ മാറി കേട്ടോ, പനിയൊക്കെ മാറി. നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണിത്, അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നത്തോലി ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് നത്തോലി ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി നല്ല നത്തോലി കിട്ടിയിട്ടുണ്ടെന്ന് അത് ഞാൻ നല്ല ഫ്രഷ് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലെടുത്ത് വെക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ. ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കിട്ടാൻ ഞാനിടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും. നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, തക്കാളി അരിഞ്ഞെടുത്തു, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം കേട്ടോ. അത് എൻ്റെ എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്കിതും എടുക്കാം. പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, കാരണം മുളക് പൊടി കൂടുതൽ കുരുമുളകും ചേർക്കുന്നതുകൊണ്ട് തന്നെ. നമുക്ക് എടുത്തു വെച്ച മീൻ അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ അതിന് ഉപ്പും മുളകൊക്കെ പിടിക്കട്ടെ. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ചീൻചട്ടി സ്റ്റൗവിൽ വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, അല്ലെങ്കിൽ ഓയിലോ നിങ്ങളുടെ ഇഷ്ടം, അതൊഴിച്ച് നമുക്ക് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. വേറൊരു പാനിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്താണെന്ന് വെച്ച് ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായി വഴന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. തീ കുറച്ച് വെക്കാം. തീ കുറച്ച് വെച്ച് വഴറ്റിയെടുക്കാം. ഒന്ന് കളർ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനൊന്നേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. എങ്ങനെയാണ് നിങ്ങൾ ടേസ്റ്റ് എന്ന് വെച്ചാൽ അതുപോലെ ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെക്കണം കേട്ടോ. നന്നായി വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഞാൻ ഉപ്പും മുളകും ചേർത്താണ് നമ്മൾ മീൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ബാക്കിയുള്ള കുറച്ച് ഇതിൽ ചേർത്താൽ മതി. വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഞാൻ ഇളക്കി കൊടുത്തു. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തത്. കൂടുതൽ വേണ്ട, കാരണം നമുക്ക് ഫ്രൈ ആയതുകൊണ്ട് തന്നെ കൂടുതലാകുമ്പം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് കുറച്ച്, എനിക്ക് ആവശ്യം ഇത്രയും മതി. നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വരുന്നത് വരെ, കളർ മാറുന്നത് വരെ, പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മീൻ ഫ്രൈ ആയി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നല്ല വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കണം. ഉണ്ടാവും, നല്ല മൊരിഞ്ഞ് വരണം കേട്ടോ, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപ്പും മഞ്ഞളും മുളകൊക്കെ അതിൽ പിടിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്ത്, ഇങ്ങനെ വറുത്തെടുത്ത് ഫ്രൈ ആക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. നിങ്ങളിതുപോലെ ട്രൈ ചെയ്യും. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി കൂടി ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഞാനിതിനിടയ്ക്കൊന്ന് മൂടി വെച്ച് ഒന്ന് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്, തക്കാളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി മീനും കൂടി ചേർത്ത്, വറുത്ത് വെച്ച മീനും കൂടി ചേർത്ത് നന്നായി ഇളക്കി കുരുമുളക് പൊടി ചേർത്തു കേട്ടോ. കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മൂടി വെക്കാം കേട്ടോ. നത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. സൂപ്പറാണ്. ഇതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. എനിക്കിവിടെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും എനിക്ക് നത്തോലി കിട്ടിയ അപ്പം ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി കൊടുക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്.
അതുകൊണ്ട് നിങ്ങളും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.